കേടലിന്റെ കണ്ണികളും കണ്ടെത്തപ്പെടേണ്ടതെന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. 4 മിനിറ്റേ ഉള്ളൂ. അതിഥികൾ ചുരുക്കി മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ കേടൽ കീഴടങ്ങി പിടികൂടി, പക്ഷേ മറ്റ് കേടൽമാരുണ്ട്. അതിനോടൊക്കെ മുഖം തിരിച്ചിരിക്കുകയാണ് പോലീസ്. 2014 ഇത്തരമൊരു സാത്താൻ സേവ നടക്കുമെന്ന വിവരം വന്നപ്പോൾ ഒക്ടോബർ 13 മറ്റോ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തി. അന്നുണ്ടായില്ല എന്ന് പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു. ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാത്താൻ സേവകൾ പല കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 13-ാം തീയതി പോലെയുള്ള ദിവസങ്ങളിൽ 666 നമ്പർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെയൊക്കെയാണിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടെത്തുക എന്ന ഉത്തരവാദിത്തവും പരമപ്രധാനമല്ലേ? അത് നന്തൻകോടേക്ക് മാത്രമായി ചുരുങ്ങാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്ത നിർവഹണമാണോ? അല്ല, എന്തായാലും വേണു പറഞ്ഞ ആ നിർദ്ദേശം തീർച്ചയായിട്ടും സാത്താൻ സേവ ഇന്ന് ഒരു എല്ലാ സ്ഥലത്തും പ്രബലമായിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും സാത്താൻ സേവയുടെ ഫലമായിട്ട് നന്തൻകോട് ഇത്ര വലിയ ദാരുണമായ കൊലപാതകങ്ങൾ ഉണ്ടായി. പോലീസ് ഈ കേടലിന്റെ ലാപ്ടോപ്പില് കേരളത്തിലോ ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള ആരെങ്കിലും സാത്താൻ സേവക്കാരുടെ ബന്ധമുള്ള കാര്യം തീർച്ചയായിട്ടും ഈ കേസിൽ അന്വേഷിക്കണം. ഒന്ന്. അടുത്തത് നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, അന്ധവിശ്വാസത്തിൽ മലയാളികൾ ഇപ്പം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ശാസ്ത്രബോധശേഷം മലയാളിക്കില്ല. യുക്തിഹീനമായ കാര്യങ്ങളുമാണ്. യുക്തി മലയാളി ഉപയോഗിക്കുന്നില്ല. ഈ 2 കാര്യങ്ങൾ ആണ് മലയാളിക്ക് ഇന്ന് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, പല രീതിയിലുള്ള ദാരുണമായ കൊലപാതകങ്ങളിൽ കാണാൻ പോകുന്നതാണ് എനിക്ക്. ശരി ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. താങ്കൾ ഈ അസൗകര്യത്തിലും ഈ ചർച്ചയിൽ പൂർണ്ണമായും സഹകരിച്ചതിന്. ഡോക്ടർ ഗിരീഷ്, അങ്ങേക്ക് പറയാനുള്ളത് ഇദ്ദേഹം രൂപപ്പെട്ട ഘട്ടം ചുരുക്കം വാക്കുകളിൽ? ഒന്നുമില്ല, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ബാല്യം മുതൽക്ക് കൗമാരത്തിലുള്ള വളർച്ചയിലും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാതിരിക്കുന്ന സ്വഭാവവും വളരെ അധികമുള്ള അന്തർമുഖത്വവും ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളും അതിനെ അനുസരിച്ച് നീങ്ങുന്ന ഒരു കുടുംബ പശ്ചാത്തലവും ഇതൊക്കെ പരിശോധിക്കുന്ന അവസരത്തിൽ ഇതിൽ 2 സംശയങ്ങളില്ല, ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇതൊരു മനോരോഗം തന്നെയാണ്. അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായില്ലെങ്കിൽ ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ശരി, അവസാനമായി എനിക്ക് പറയാനുള്ളത്, സാത്താൻ സേവ ഉള്ള ഒത്തിരി പേരിവിടെ ഉണ്ട്, അല്ലെങ്കിൽ കുറേ പേരെങ്കിലും ഉണ്ട്. അവരാരും നമ്മൾ മനോരോഗികളായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നില്ല. പക്ഷേ ഈ കേസിൽ ഞാൻ കാണുന്നത്, ഈ അമ്മയെ കൊന്നത് അച്ഛനെ അറിയുന്നില്ല, അച്ഛനെ കൊന്നത് സഹോദരി അറിയുന്നില്ല, സഹോദരി അറിയുന്നില്ല. എന്ത് പ്ലാനിങ് അവൻ്റെ എന്നൊക്കെ ഇതെല്ലാം കൂടി കത്തിച്ച് കളഞ്ഞിട്ട് കുറേ ചാരാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം ഈ വേണു പറഞ്ഞതുപോലെ അയാളുടെ വസ്ത്രമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം കമ്പയർ ചെയ്യാനായിട്ട് ഇപ്പം ഈ മരിച്ച ആളുകളുടെ ഈ ചാരമൊക്കെ ഉള്ളൂ. സാധ്യമല്ല. പക്ഷേ ആ ചാരത്തിൽ രക്തത്തിൻ്റെ കണി അതൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് പോലീസ് ഇവൻ്റെ വർത്തമാനം മാത്രം കേട്ട് പോകാതെ കൃത്യമായൊരു രക്തക്കറയുടെ കാര്യത്തിലല്ല, ജിഷയുടെ കാര്യത്തിൽ ഒരു തലമുടി നാരാരുടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഫിംഗർ പ്രിന്റ് ആരുടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൺമുന്നിലുള്ള തെളിവ് തന്നെ ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിയാത്ത പോലീസാണോ ഈ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്? ഞാൻ ഇടപെടുകയാണ്. അവസാനമായി ഈ സൂപ്പർ പ്രൈം ടൈം പൂർത്തിയാകുമ്പോൾ പറയുവാനുള്ള കാര്യം, ഒരു കേടലിൽ ഒതുങ്ങരുത് പോലീസിന്റെ അന്വേഷണം. അങ്ങനെ ഇതൊരു വൈരാഗ്യക്കൊലയായി അവസാനിപ്പിച്ചാൽ വീണ്ടും കേരളത്തിൽ പല കുടുംബങ്ങളും കുരുതിക്കളമാകും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.